In today's class, let us see what is Boolean algebra. It is, in fact, a symbolic representation of logical functions and operations. നമ്മൾ algebraic equation എന്ന് പറയും, a plus b equals something എന്നൊക്കെ എഴുതുമ്പോൾ algebraic equation എന്ന് പറയും. അതേപോലെ എഴുതുന്ന ഒരു symbolic representation of logical operation ആണ്. ഇവിടെ a plus b എന്ന് പറഞ്ഞാൽ we know that it is not actually, what you mean is not actually a plus b. എന്റെ കൂടെ ബി കൂട്ടുക എന്നുള്ള അർത്ഥമല്ല. പ്ലസ് സൈൻ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? ഓർ ഓപ്പറേഷൻ ആണെന്നറിയാം, ലോജിക്കൽ ഓപ്പറേഷൻ ആണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഇക്വേഷനെ പറയുന്നത് ലോജിക്കൽ ആൾജിബ്ര ഓർ ബൂളിയൻ ആൾജിബ്ര എന്നറിയപ്പെടുന്നു. ഓക്കെ, ബൂളിയൻ ഫങ്ഷൻസ് ആണ് ആൻഡ് ഓർ നോട്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഓർ ഓപ്പറേഷനെ നമ്മൾ പ്ലസ് സൈനും കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു. ഇറ്റ് ഡസ് നോട്ട് മീൻ ആൻ അഡീഷൻ. ആൻഡ് ഓപ്പറേഷനെ ഒരു ഡോട്ട് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, ബട്ട് ഇറ്റ് ഡസ് നോട്ട് റിയലി മീൻ മൾട്ടിപ്ലിക്കേഷൻ. നോട്ട് ഓപ്പറേഷനെ കോംപ്ലിമെൻറ്റ് മുകളിൽ ഒരു ബാർ ഇട്ടിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ബൂളിയൻ ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ബൂളിയൻ ഓപ്പറേഷൻസ് വെച്ച് എഴുതുന്ന ആൾജിബ്രിക് ഇക്വേഷന് സിമിലർ ആയ ഒരു ലോജിക്കൽ ഇക്വേഷൻ ആയിരിക്കും ബൂളിയൻ ആൾജിബ്ര എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ച് റൂൾസ് ഉണ്ട്, തിയറംസ് ഉണ്ട്. സിമ്പിളാണ്. അപ്പോൾ അതിനെ നമുക്ക് രണ്ടാക്കി തിരിക്കാം: സിംഗിൾ വേരിയബിൾ തിയറംസ് ആൻഡ് മൾട്ടി വേരിയബിൾ തിയറംസ്. ആ വാക്കിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുണ്ട്. സിംഗിൾ വേരിയബിൾ എന്ന് പറയുമ്പോൾ ഒറ്റ വേരിയബിൾ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇതാണ് സിംഗിൾ വേരിയബിൾ തിയറംസ്. എ എന്നുള്ള ഒരു വേരിയബിളും പിന്നെ ഉള്ളത് 0 ആൻഡ് 1. അപ്പോൾ മൾട്ടി വേരിയബിൾ എന്ന് പറയുമ്പോൾ എ ബി സി എന്നുള്ള വേരിയബിൾസ് ഉണ്ടാകാം. പിന്നെ ഓഫ് കോഴ്സ് 0 ആൻഡ് 1. ഇത് നമ്മുടെ ഡിജിറ്റൽ ആണല്ലോ, അപ്പോൾ 0 ആൻഡ് 1 ആയിരിക്കും അതിലെ പ്രധാന വേരിയബിൾസും കോൺസ്റ്റൻസും എല്ലാമായി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ തിയറം നോക്കാം. എ or 0 is equal to a. ഇവിടെ a ഒരു വേരിയബിൾ ആണ് എന്നോർക്കുക. അപ്പോൾ വേരിയബിൾ a can take a value 0 or 1. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടും നോക്കാം. എന് ആദ്യം 1 എന്ന് അസൈൻ ചെയ്തിട്ട് ചെയ്തു നോക്കാം, പിന്നെ എന് 0 എന്ന് അസൈൻ ചെയ്തിട്ട് ചെയ്തു നോക്കാം. അപ്പോൾ so let us take theorem 1 in detail. A or 0 is equal to a എന്നാണ് പറഞ്ഞത്. അപ്പോൾ എ ആദ്യം നമ്മൾ 1 ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ കൂടെ എന്താ ഓർ ചെയ്യേണ്ടത്? 0 ഓർ ചെയ്യുക. സോ 1 ഓർ 0 നിങ്ങൾക്കറിയാം എന്താണ്? ഇറ്റ് ഈസ് 1 എന്ന് പറഞ്ഞാൽ അത് ദാറ്റ് ഈസ് ഇൻ ഫാക്ട് എ ഇറ്റ് സെൽഫ് ഇൻ അവർ കേസ്, ബിക്കോസ് വി ഹാവ് ടേക്കൺ എ ആസ് 1. അപ്പോൾ എനെ 1 ആണെന്ന് അസ്യൂം ചെയ്താൽ 1 ഓർ 0 വിൽ ബി 1. 1 ഔട്ട്പുട്ടിനെ നമുക്ക് ഈ കേസിൽ എന്ന് തന്നെ വിളിക്കാം, കാരണം എ 1 ആണ്. സോ ആർ റിസൾട്ട് ഇസ് എ ഓർ 0 ഇസ് എ എന്ന് പറയാം. ഇനി രണ്ടാമത്തെ കേസും കൂടെ അനലൈസ് ചെയ്യണം. എ നമുക്ക് 0 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ 0 ഓർ 0 ഔട്ട്പുട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി 0 ഓർ 0 ഔട്ട്പുട്ട് വിൽ ബി 0. അപ്പോൾ 0 ഔട്ട്പുട്ടിനെ നമുക്ക് ഈ കേസിൽ എന്ന് തന്നെ വിളിക്കാം, കാരണം എ 0 ആണെന്നാണ് അസ്യൂം ചെയ്തത്. അപ്പോൾ ഇത് രണ്ട് കേസും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞാൽ എ ഓർ 0 ഇസ് ഈക്വൽ ടു എ എന്ന് പറയാം. എ എന്ത് തന്നെ ആയാലും, എ 1 ആയാലും 0 ആയാലും എ ഓർ 0 വിൽ ബി എ. എ എന്താണോ അത് തന്നെ ആയിരിക്കും ഇവിടെയും ഔട്ട്പുട്ട്. അപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്ത് ആലോചിച്ചാൽ പെട്ടെന്ന് കിട്ടും. 1 ഓർ 0 വിൽ ബി 1. അപ്പോൾ എന്നെ
0 or 0 is 0 അപ്പോഴും എ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എ ഓർ 0 ഇസ് എ എന്ന് പറയാം. ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി അടുത്ത തിയറം നോക്കാം. എ ഓർ 1 ഇസ് ഈക്വൽ ടു എ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എ എന്ന് പറഞ്ഞൊരു വേരിയബിളിനെ 1ൻ്റെ കൂടെ ആൻഡ് ചെയ്യണം. അപ്പോൾ ആൻഡ് ഗേറ്റ് വരച്ചു, 1ഉം വരച്ചു. ആൻഡ് ഗേറ്റ് വരച്ചു, 1 വരച്ചു. എയെ ആദ്യം 1 ആണെന്ന് എസ്യൂം ചെയ്യാം, പിന്നെ എ 0 ആണെന്ന് എസ്യൂം ചെയ്യാം. രണ്ട് കേസല്ലേ പറ്റുള്ളൂ എന്. ഇറ്റ് ഹാസ് ടു ബി ഐദർ 1 ഓർ 0. അപ്പോൾ ഇവിടെയാണെങ്കിലോ 1 ആൻഡ് 1 ഇസ് 1. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ ഈ കേസിൽ എ തന്നെയാണ്. ഇനി 0 ആൻഡ് 1 ഇസ് 0. 0 എന്ന് പറഞ്ഞാൽ എ തന്നെയാണ് ഈ കേസിൽ. അപ്പം അതുകൊണ്ട് എന്ത് ജനറലൈസ് ചെയ്ത് പറയാം? എ ആൻഡ് 1 ഇസ് ഈക്വൽ ടു എ എന്ന് പറയാം. സോ ദാറ്റ് ഇസ് തിയറം 2. ഇനി തിയറം 3 നോക്കാം. തിയറം 3 പറയുന്നത് എ ഓർ എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എ 1 ആക്കി എടുത്താൽ എ കോംപ്ലിമെൻ്റ് എന്താണ്? 0 ആണ്. അത് രണ്ടും കൂടെ ഓർ ചെയ്യാം. 1 ഓർ 0 എന്താ വരിക? ഇറ്റ് വിൽ കം ടു 1. ഇനി എനെ 1 ആക്കി എടുത്താലോ? അപ്പോൾ എ കോംപ്ലിമെൻറ്റ് 1 എനെ 0 ആക്കി എടുത്താൽ എ കോംപ്ലിമെൻറ്റ് 1 ആയിരിക്കും. അപ്പോൾ 0 ഓർ 1 വിൽ ഗിവ് യു 1. 1 എന്ന് പറഞ്ഞാൽ എയിൻ്റെ 1 എന്ന് പറഞ്ഞാൽ രണ്ട് കേസിലും 1 തന്നെയാണ് വരുന്നത് ഔട്ട്പുട്ട്. എ എന്ത് തന്നെ ആയാലും അതിൻ്റെ കോംപ്ലിമെൻറ്റുമായി ഓർ ചെയ്താൽ 1 ആണ് ഉത്തരം കിട്ടുക. സോ ഇതിനെ എ ഓർ എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാം. അല്ലെങ്കിൽ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു സുഖമില്ല. എ ഓർ എ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു 1 എന്ന് തന്നെയാണ് ശരിയായ ഇക്വേഷൻ. ഇനി അടുത്ത തിയറം നോക്കിയാൽ എ ആൻഡ് എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഇവിടെ തന്നെ ആലോചിക്കാം നമുക്ക്. 1 ആൻഡ് 0 is 0. ഇനി 0 and 1 is again 0. So a and a complement will be 0. അടുത്ത തിയറം a or a is equal to a. അതായത് 1 ആണെങ്കിൽ 1 or 1 എന്താ വരിക? 1 തന്നെ വരും. 0 or 0 എന്താ വരിക? 0 തന്നെ വരും. സോ എ ഓർ എ ഇസ് ഈക്വൽ ടു എ എന്ന് പറയാം. ഇനി അടുത്ത തിയറം എ ആൻഡ് എ ഇസ് 0. അപ്പോൾ 1 ആൻഡ് 1 ഇസ് 1. 0 ആൻഡ് 0 ഇസ് 0. അത് രണ്ടും ശരിയാണ്. അതുകൊണ്ട് ജനറലൈസ് ചെയ്ത് എ ആൻഡ് എ ഇസ് എ എന്ന് പറയാം. ഇനി അടുത്ത തിയറം എ ഓർ 1 ഇസ് ഈക്വൽ ടു 1. അപ്പോൾ ഓർ ചെയ്യുമ്പോൾ ഒരു 1 ഉണ്ടെങ്കിൽ പിന്നെ എ എന്ത് തന്നെ ആണെങ്കിലും ഉത്തരം 1 ആയിരിക്കും. ശരിയല്ലേ? ഓറിന് എ എന്ത് തന്നെയാണെങ്കിലും 0 ഓർ 1 ഇസ് 1. 0 അല്ലെങ്കിൽ 1 ഓർ 1 ഇസ് 1. ഓറാണ്. അപ്പോൾ അതുകൊണ്ട് എ ഓർ 1 ഇസ് ഈക്വൽ ടു 1 എന്ന് പറയാം. അതേപോലെ എ ആൻഡ് 0 ഇസ് 0. ആൻഡ് ഓപ്പറേഷനാണ്. ഒരു 0 ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് 0 ആയിരിക്കും. സോ എ ഓർ 0 ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഇനി സിംഗിൾ വേരിയബിളിലെ ലാസ്റ്റ് തിയറം എ ഡബിൾ കോംപ്ലിമെൻറ്റ് ഇസ് എ. കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ നോട്ട്, എ ഡബിൾ നോട്ട്. എയിനെ അല്ലാതെ ആക്കുക, അത് ഒന്നും കൂടെ അല്ലാതെ ആക്കുക. അപ്പോൾ എയിനെ നമ്മൾ 0 എന്നെടുത്താൽ ഒരു പ്രാവശ്യം നോട്ട് ചെയ്താൽ അത് 1 ആവും. ഒരു പ്രാവശ്യം കൂടെ നോട്ട് ചെയ്താൽ അത് തിരിച്ച് 0 ആവും. അപ്പോൾ എ ഡബിൾ കോംപ്ലിമെൻറ്റ് ഓർ എ ഡബിൾ നോട്ട് ഇസ് ഈക്വൽ ടു എ എന്ന് വരും. അപ്പോൾ എല്ലാ തിയറും ഒരുമിച്ച് എഴുതാം. എ ഓർ 0 ഇസ് എ. എ ആൻഡ് 1 ഇസ് എ. ഇത് കാണാതെ പഠിച്ചിട്ടില്ലെങ്കിലും നമുക്കൊന്ന് ആലോചിച്ചാൽ കിട്ടുന്നേ ഉള്ളൂ. എ 1 ആണെങ്കിൽ 1 ആൻഡ് 1 എന്താണ് വരിക? എ വരും.
സീറോ ആണെങ്കിൽ 0 and 1 0 വരും. ഓക്കെ, അപ്പോൾ a or 0, a and 1 a and a complement 1, a and a a or a complement 1, a and a complement 0, a or a and a ഇവിടെ ശ്രദ്ധിക്കുക, a or a and a or 1, a and 0 0. പക്ഷെ നേരെ തിരിച്ച് a or 0 ആണെങ്കിൽ a ആയിരിക്കും, a and 1 ആണെങ്കിൽ a ആയിരിക്കും. പിന്നെ a ഡബിൾ കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു a. ഒരു പ്രാവശ്യം കോംപ്ലിമെൻറ്റ് ചെയ്യൂ, നോട്ട് ചെയ്തു, ഒരു പ്രാവശ്യം കൂടെ നോട്ട് ചെയ്തു. അപ്പം എന്തായി, 0 ആയിരുന്നു a എന്നുണ്ടെങ്കിൽ അതിവിടെ 1 ആവും, 1 ഒന്നും കൂടെ നോട്ട് ചെയ്യുമ്പോൾ 0 ആവും. അപ്പോൾ a ഡബിൾ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്നത് a തന്നെ ആയിരിക്കും. അപ്പോൾ a എന്ത് തന്നെ ആയാലും ദിസ് റൂൾ ഹോൾഡ്സ് ഗുഡ്. അപ്പം അങ്ങനെ സിംഗിൾ വേരിയബിൾ ഇക്വേഷൻസ് നമ്മൾ കണ്ടു. ഇനി ഈ പോയിന്റിൽ വെച്ച് നമുക്ക് ഒരു ഡ്വാലിറ്റി പ്രിൻസിപ്പിൾ എന്ന് പറയാം. അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, a or 0 ഇസ് a എന്ന്. അപ്പോൾ ഡ്വാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് ഇങ്ങനൊരു ബൂളിയൻ എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ അതിൽ ഓർ ഓപ്പറേഷൻസ് എല്ലാം ആൻഡ് ആക്കുക, സീറോസ് എല്ലാം 1 ആക്കുക, 1 എല്ലാം 0 ആക്കുക. അങ്ങനെ കിട്ടുന്ന ഒരു ഇക്വേഷനും വാലിഡ് ഇക്വേഷൻ ആയിരിക്കും എന്നാണ് ഡ്വാലിറ്റി പ്രിൻസിപ്പിൾ പറയുന്നത്. ഡ്വെല്ലാണ്, 0ൻ്റെ ഡ്വെല്ലാണ് 1, 1ൻ്റെ ഡ്വെല്ലാണ് 0, ഓറിൻ്റെ ഡ്വെല്ലാണ് ആൻഡിൻ്റെ ഡ്വെല്ലാണ് ഓർ. അപ്പോൾ ഈ ഇക്വേഷനിൽ ആ ഡ്വെൽ ഓപ്പറേഷൻസ് ആക്കി മാറ്റിയാൽ അങ്ങനെ കിട്ടുന്ന ഇക്വേഷനും വാലിഡ് ആയിരിക്കും. ഇതല്ലേ നമ്മുടെ ഒരു തിയറം, a or 0 ഈക്വൽസ് a. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യണം, ഓറിനെ ആൻഡ് ആക്കി, ഇതാ ഇവിടെ 0നെ 1 ആക്കി. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഒരു ഇക്വേഷനും വാലിഡ് ഇക്വേഷൻ ആയിരിക്കും. ഇത് മാത്രമേ മാറ്റാൻ പാടുള്ളൂ, ഓറിനെ ആൻഡ് ആക്കുക, ആൻഡിനെ ഓർ ആക്കുക, 0നെ 1 ആക്കുക, 1നെ 0 ആക്കുക. അങ്ങനെ കിട്ടുന്ന ഇക്വേഷനും ഒരു വാലിഡ് ഇക്വേഷൻ ആയിരിക്കും. അതാണ് ഡ്വാലിറ്റി പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് the Boolean expression remains valid if operator or and are interchanged and ones and zeros in the expression are also interchanged. Okay. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും ഇക്വേഷൻസ് പഠിച്ചത് ഡ്വാലിറ്റി ലോ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ പകുതി നമ്പർ ഓഫ് ഇക്വേഷൻസേ കാര്യമായി ഓർക്കേണ്ടതുള്ളൂ. അപ്പം അങ്ങനെ 1 വേരിയബിൾ തിയറംസ് കഴിഞ്ഞു. ഇനി നമുക്ക് മൾട്ടി വേരിയബിൾ തിയറത്തിലേക്ക് നോക്കാം. അതായത് എയിനെ പോലെ വേറെയും വേരിയബിൾസ് ഉണ്ടെങ്കിൽ. ഇത് നമുക്ക് ഈ തിയറം ഒന്ന് ആദ്യം നോക്കിയിട്ട് അതിൻ്റെ പ്രൂഫ് നോക്കാം. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് തനിയെ പ്രൂഫ് വരയ്ക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മനസ്സിലാക്കി വരയ്ക്കാവുന്നതേ ഉള്ളൂ. എ ഓർ ബി എന്ന് പറയുന്നത് ബി ഓർ എ ആണ്. ശരിയായിരിക്കുമല്ലോ. എയും ബിയും 1 or 0 എന്ത് തന്നെ ആയാലും വേണ്ടില്ല. 1 or 0 is same as 0 or 1. A and B is same as B and A. അപ്പോൾ ഇങ്ങനെ നമ്മൾ പൊസിഷൻ മാറ്റി എഴുതുന്ന ലോയിൽ എന്താ പറയുക, കമ്മ്യൂട്ടേറ്റീവ് ലോ, isn't it? So commutative law is valid in Boolean operation. Okay. ഇനി അടുത്തത് രണ്ടെണ്ണം അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ അസോസിയേഷനാണ് നമ്മൾ മാറ്റുന്നത്. അതായത് ബ്രാക്കറ്റ് ഗ്രൂപ്പിംഗ് മാറ്റി എഴുതുക. അങ്ങനെ എഴുതുന്ന ലോവും വാലിഡ് ആണ് എന്നാണ് പറയണേ. സോ എ ഓർ ബി ഓർ സി ഇസ് ഈക്വൽ ടു എ ഓർ ബി ഓർ സി.
A and B and C is equal to A and B and C. അതാണ് അസോസിയേറ്റീവ് ലോ. പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഇനി രണ്ടെണ്ണം. ഡിസ്ട്രിബ്യൂട്ടീവ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ബി ഓർ സി എന്ന് പറയുന്നത് എ ആൻഡ് ബി ഓർ എ ആൻഡ് സി. സെൻഡ് ഇറ്റ് ബ്രാക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റാണ് ഡിസ്ട്രിബ്യൂഷൻ. ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. ഇനി എ ഓർ ബി ആൻഡ് സി ഓർ ഡി. അപ്പോൾ എന്ത് വരും? ഇതിനെ ഇതുകൊണ്ട് ആദ്യം ആൻഡ് ചെയ്യുക, പിന്നെ ഇതിനെ ഇതുകൊണ്ട് ആൻഡ് ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ആൻഡ് ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ആൻഡ് ചെയ്യുക, അതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഇത് നമ്മുടെ സാധാരണ ഓൾജിബ്രയുടെ വളരെ സിമിലറാണ്. എഴുതി വരുമ്പോൾ ലോജിക്കലി നോക്കിക്കഴിഞ്ഞാലും ഇതെല്ലാം ട്രൂ ആണെന്ന് മനസ്സിലാവും. ഇനി എ ഓർ എ ആൻഡ് ബി, ഇതൊന്ന് ശ്രദ്ധിച്ചോളൂ. എ ഓർ എ ആൻഡ് ബി ഈക്വൽസ് എ വരും. നോക്കാം നമുക്കത്. ഇനി ഇത് നമ്മൾ രണ്ടെണ്ണം നോക്കിയതാണ് ഡി മോർഗൻസ് തിയറം. എന്താണ്? എ ഓർ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഇസ് എ കോംപ്ലിമെൻറ്റ് ആൻഡ് ബി കോംപ്ലിമെൻറ്റ്. ഡി മോർഗൻസ് തിയറം 1. A and B the whole complement is equal to A complement or B complement. അപ്പോൾ ഒരുപാട് സ്ട്രെസ് എടുക്കാതെ ഇതെല്ലാം നിങ്ങൾക്ക് തനിയെ ഒന്ന് എഴുതി നോക്കാവുന്നതാണ്. കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, ഡി മോർഗൻസ് തിയറം. ഇവിടെ ഒരു എക്സ്ട്രാ തിയറം കൂടെയുണ്ട്. എ ഓർ എ ആൻഡ് ബി ഇസ് എ. അപ്പോൾ ഇതിൽ ചിലതൊന്ന് നമുക്ക് നോക്കാം, ഡീറ്റെയിൽ എടുത്ത് നോക്കാം. എല്ലാം തനിയെ നോക്കാവുന്നതേ ഉള്ളൂ ഈ പോർഷൻ. എന്നാലും കമ്മ്യൂട്ടേറ്റീവ് ലോ എന്താണ് പറഞ്ഞത്? എ ഓർ ബി. അപ്പോൾ എ ഓർ ബി ദാറ്റ് ഇസ് സെയിം ആസ് ബി ഓർ എ അല്ലേ? ഇത് രണ്ടും കൂടെ ഓർ ചെയ്ത് എഴുതുക, ഓർഡർ ഇഷ്യൂ ഇല്ല. അതേപോലെ ആൻഡ് ചെയ്ത് എഴുതുന്നത്, ഇതാണ് കമ്മ്യൂട്ടേറ്റീവ് ലോ. അസോസിയേറ്റീവ് ലോ എന്താ പറഞ്ഞത്? ഇതും കൂടെ ഓർ ചെയ്തിട്ട് അത് ഇതിൻ്റെ കൂടെ ഓർ ചെയ്താൽ എന്ത് വരും? ഒരുമിച്ച് വരും. ഇനി അതിന് പകരം എയും ബിയും കൂടെ ആദ്യം ഓർ ചെയ്തു, എന്നിട്ട് സിൻ്റെ കൂടെ ഓർ ചെയ്താലും അപ്പോഴും അത് തന്നെ വരും. സെയിം ഇസ് ദ കേസ് വിത്ത് ആൻഡ്. ഇനി ഡിസ്ട്രിബ്യൂട്ടീവ് എന്താ പറഞ്ഞേ? ഡിസ്ട്രിബ്യൂട്ടീവ് പറഞ്ഞത് ബിയും സിയും കൂടെ ഓർ ചെയ്തിട്ട് അതിനെ ആൻഡ് ചെയ്തു, എയുമായി ആൻഡ് ചെയ്തു. അത് എന്ന് പറയുന്നത് എയും ബിയും കൂടെ ആൻഡ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ അപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യുന്ന എഫക്റ്റ് ആണെന്നല്ലേ പറഞ്ഞ. എയും ബിയും കൂടെ ആൻഡ് ചെയ്യുക, എയും സിയും കൂടെ ആൻഡ് ചെയ്യുക, അത് രണ്ടും കൂടെ ഓർ ചെയ്യുക. അപ്പോഴും നമുക്ക് കിട്ടുക എ ബി ഓർ എ സി. സോ ദിസ് ഇസ് ഈക്വലൻ ടു ദിസ് എന്ന് പറയാം. അങ്ങനെ ഇതിലെ എല്ലാ ലോം, ഇതാണ് ഒരു വ്യത്യസ്തപ്പെട്ട ലോ എന്ന് പറഞ്ഞത്. അതിൽ നമ്മൾ പല തിയറംസും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു തിയറത്തിലേക്ക് എത്തുന്നത്. അതാണൊന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞത്. എ ഓർ ബി, എ ഓർ എ ആൻഡ് ബി. അപ്പോൾ എന്ത് വരും? തിയറം 2 ഉപയോഗിച്ചിട്ട് നമുക്ക് എനെ എ ആൻഡ് 1 എന്ന് എഴുതാം. You know that A and 1 is A എന്നുള്ളത്. അപ്പോൾ എനെ A and 1 എന്ന് എഴുതി, പിന്നെ A and B അതേപോലെ എഴുതി. ഇനി ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഫാക്ടറായിട്ട് A പുറത്തെടുത്തു, A and പുറത്തെടുത്തു. പിന്നെ ഉള്ളത് 1 or B ആണ്. 1 or B എന്ന് പറഞ്ഞാൽ B or 1 ആണെന്ന് നമുക്കറിയാം. ഏതായാലും B or 1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറാണ്. 1 എന്തായാലും ഉണ്ട്. അപ്പോൾ പിന്നെ ബി എന്താണെങ്കിലും കുഴപ്പമില്ല, ബി ഓർ 1 തന്നെയായിരിക്കും. ഇനി എ ആൻഡ് 1 എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? ഒരു 1 ഉണ്ട്, ശരി. ഇനി എ എന്താണെന്നനുസരിച്ചിരിക്കും എ ആൻഡ് 1. എ 1 ആണെങ്കിൽ എ ആൻഡ് 1 ആയിരിക്കും. എ 0 ആണെങ്കിൽ എ ആൻഡ് 1 0 ആയിരിക്കും. അപ്പം അതുകൊണ്ട് എ ആൻഡ് 1 ഇസ് എ എന്ന് പറയാം. സോ altogether A or A and B
ഇസ് ഈക്വൽ ടു എ എന്ന് വരും. ഓക്കെ, പിന്നീട് നമ്മൾ ഡിമോർഗൻസ് തിയറമാണ്. ഇത് രണ്ടും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടുള്ളതാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് തിയറം എന്താണ്? when the or sum when the or sum of two variables is inverted. അയ്യോ ഇതൊരു സുഖമില്ല. This is equal to inverting each variable individually and then adding these inverted variables. അയ്യോ സ്റ്റേറ്റ്മെൻറ്റ് അത്ര സുഖമില്ല. നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കോംപ്ലിമെൻറ്റ് ഓഫ് എ ഓർ ബി is sum of their complements. Product of their complements. Complement of sum is equal to product of complements. എന്നാണ് ഫസ്റ്റ് തിയറം പറഞ്ഞത്. സെക്കൻഡ് തിയറം complement of product is equal to sum of complements. ഓക്കെ, ഫസ്റ്റ് തിയറും സെക്കൻഡ് തിയറും. ഇനി ആൾജിബ്രിക് ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനൊരു ഓപ്പറേഷൻ ഉണ്ടെന്ന് വിചാരിക്കൂ. ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? ഓർ ആദ്യം ചെയ്യണോ, ബ്രാക്കറ്റ് ആദ്യം ചെയ്യണോ, കോംപ്ലിമെൻ്റ് ആദ്യം ചെയ്യണോ, ആൻഡ് ആദ്യം ചെയ്യണോ എന്നുള്ളൊരു സംശയം വരാം. അപ്പോൾ അതിനൊരു ഓർഡർ ഓഫ് ഓപ്പറേഷൻസ് ഉണ്ട്. അതെന്താണെന്ന് നോക്കാം ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഓഫ് കോഴ്സ് ബ്രാക്കറ്റിലുള്ളത് ചെയ്യണം. ബ്രാക്കറ്റിൽ എന്ത് തന്നെയാണെങ്കിലും നമുക്കറിയാം ബ്രാക്കറ്റ് ഇടുന്നതിൻ്റെ പ്രസക്തി എന്താണ്? ആ ഓപ്പറേഷൻ ആദ്യം ചെയ്യണം. സോ ഫസ്റ്റ് തിങ് അറ്റൻഡ് ടു ദ ബ്രാക്കറ്റ്. പിന്നെ അറ്റൻഡ് ടു ദ കോംപ്ലിമെൻറ്റ്സ്. സിംഗിൾ കോംപ്ലിമെൻ്റ് ആണെങ്കിലും ഡബിൾ ഒരു ടേമിൻ്റെ കോംപ്ലിമെൻ്റ് ആണെങ്കിലും എന്താണെങ്കിലും അത് കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യേണ്ടത് കോംപ്ലിമെൻറ്റ്സിനെയാണ്. എന്ത് വരുമെന്ന് നോക്കുക, ഇവാലുവേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞാൽ ആൻഡ് ഓപ്പറേഷൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാം. അതും കഴിഞ്ഞിട്ട് ഓർ ഓപ്പറേഷൻ ചെയ്യാം. ഇപ്പം നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ പറയുമ്പോൾ നമ്മളെപ്പോഴും എന്താണ്, ഒരു ആൾജിബ്രിക് ഓപ്പറേഷന് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷന് ആദ്യം പ്രിഫറൻസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ ചെയ്യുക. അതേപോലെ ബ്രാക്കറ്റുകൾ ആദ്യം ചെയ്യാം, പിന്നെ കോംപ്ലിമെൻറ്റ്സ് ഇവാലുവേറ്റ് ചെയ്യാം, പിന്നെ ആൻഡ് ഓപ്പറേഷൻ ചെയ്യാം, അതിനുശേഷം ഓർ ഓപ്പറേഷൻ. ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ളതാണെങ്കിൽ ഏറ്റവും പ്രിഫറൻസ് കിട്ടും, അത് ആദ്യം തന്നെ ചെയ്തു പോകും ഇത്. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം ഓർ ഓപ്പറേഷൻ ചെയ്യാം. ഇതാണ് ഓപ്പറേഷൻ പ്രീസീഡൻസ് എന്ന് പറയുന്നത്. ഏത് ഓപ്പറേഷനാണ് ആദ്യം ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് വെച്ചിട്ട് നമുക്ക് എക്സാമ്പിൾസ് ധാരാളം ഇതിൽ വർക്ക്ഡ് ഔട്ടാണ്. ഒരു എക്സാമ്പിൾ എടുത്ത് സിംപ്ലിഫൈ ചെയ്യാൻ നോക്കാം. ദിസ് ഇസ് എ ഇക്വേഷൻ, നീണ്ട ഒരു ഇക്വേഷനാണ്. അപ്പോൾ ഇതിൽ ബ്രാക്കറ്റൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഇമ്പോർട്ടൻസ് ഇല്ല. പിന്നെ ഇവിടെ നോക്കൂ, കോമൺ ഫാക്ടർ ഉണ്ട്. ഈ രണ്ട് ടേംസിൽ കോമൺ ആണ് ബി ഡോട്ട് സി ബാർ ഡോട്ട് ഡി ബാർ. അപ്പോൾ ആ മൂന്ന് ടേമിനെ കോമൺ ആക്കി എടുത്താൽ പിന്നെ ബാക്കിയുള്ളത് എന്താ? എ ആൻഡ് എ ബാർ, എ ഓർ എ ബാർ. എയോ എ ബാറോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതെന്താണ്? ഇറ്റ് ഈസ് എന്ത് വരും? 1 ആണ് അല്ലേ? എ 1 ആണെങ്കിൽ 1ഉം 0ഉം കൂടെ 1 വരും. എ 0 ആണെങ്കിൽ 0 ഓർ 1 അപ്പോഴും 1 വരും. അപ്പം അതുകൊണ്ട് എ ഓർ എ ബാർ ഇസ് ഓൾവേസ് 1 എന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ ഇവിടുന്ന് രണ്ട് ടേംസിൽ നിന്ന് കോമൺ ഫാക്ടർ പുറത്തെടുത്തു. അപ്പോൾ എ ഓർ എ ബാറാണ് ഇവിടെ വന്നത്, അത് 1 ആണ്. സോ ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്ത് എന്താവും? ബി സി ഡി 1 എഴുതുന്നില്ല, ഓർ ബി സി ഡി ബാർ. ഇനി ഇതിൽ നിന്ന് കോമൺ ഫാക്ടർ പുറത്തെടുത്തു, ബിയും ഡി ബാറും. അപ്പോൾ എന്ത് വന്നു? സി ഓർ സി ബാർ. Again, C or C bar എന്ത് വരും? 1 വരും. So it is
b d bar and 1. b d bar and 1 എന്ന് പറഞ്ഞാൽ b d bar തന്നെയായിരിക്കും. So this is the simplified expression of this long expression. ഇങ്ങനെയാണ് ബൂളിയൻ എക്സ്പ്രഷൻസ് സിംപ്ലിഫൈ ചെയ്യുന്നത്, ആൾജിബ്രിക് എക്സ്പ്രഷൻസ്. നമ്മൾ ഇത്രയും നേരം പഠിച്ച തിയറംസ് ഉപയോഗിച്ച് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെ ഇതിൽ കുറേ വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസ് ഉണ്ട്, ചെയ്യാനത് രസമാണ്. നിങ്ങളൊന്ന് ആ തിയറംസ് ഒന്ന് തനിയെ എഴുതാൻ നോക്കുക. 1 വേരിയബിൾ തിയറംസ് ആൻഡ് 2 വേരിയബിൾ തിയറംസ് അത് എഴുതി കഴിഞ്ഞാൽ ഇത് നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ പ്ലീസ് ട്രൈ ഇറ്റ് ഔട്ട് ഓഫ് യുവർ ഇൻട്രസ്റ്റ്. ഇതിൽ നിറയെ നല്ല പ്രോബ്ലംസ് വർക്ക്ഡ് ഔട്ട് ഉണ്ട് VK മെത്തേഡിൽ. സോ പ്ലീസ് ഡു ഇറ്റ്. ചിലപ്പോൾ ഡയഗ്രമായിട്ടായിരിക്കാം തരുന്നത്, ഇക്വേഷനായിട്ട് തരില്ല, ഡയഗ്രമായിട്ട് തരാം. ഔട്ട്പുട്ട് എന്തായിരിക്കും എന്ന് ചോദിക്കാം. അപ്പോൾ ഡിറ്റർമിൻ ദ ഔട്ട്പുട്ട് എക്സ്പ്രഷൻ ഫോർ ദ സർക്യൂട്ട് ഷോൺ ബിലോ ആൻഡ് സിംപ്ലിഫൈ ഇറ്റ് യൂസിങ് ഡി മോർഗൻസ് തിയറം. ഇവിടെയുള്ള ഇക്വേഷൻ എഴുതാനാണ് പറഞ്ഞ ആദ്യം. ഔട്ട്പുട്ട് എക്സ്പ്രഷൻ എന്തായിരിക്കും? ഇവിടെ ഒരു നാൻഡ് ആണ്. നാൻഡ് എന്ന് പറഞ്ഞാൽ ആൻഡ് ചെയ്തിട്ട് നോട്ട് ചെയ്താൽ നാൻഡ് ആവും. ആരെയൊക്കെ ആൻഡ് ചെയ്യേണ്ടത്? സീനെ ഡി ബാറിനെ, ഇത് നോട്ട് ഗേറ്റ് ആണ്, അപ്പം ഡി ബാറിനെ സീനെ എയും ബിയും കൂടെ ഓർ ചെയ്ത് അതിനെ നോട്ട് ചെയ്തതിനെ, അങ്ങനെ ഈ 3 സാധനങ്ങളെയും കൂടെ ആൻഡ് ചെയ്യണം, എന്നിട്ട് അതിനെ നോട്ട് ചെയ്യണം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് രസമാണ്, ഫണ്ടമെൻ്റൽസ് ഭംഗിയായി പഠിച്ചിട്ടുണ്ടെങ്കിൽ. ഓക്കെ, ആദ്യത്തെ 2 ക്ലാസ് തെറോവായി പഠിക്കാത്തവർ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ആർക്കും ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദി എക്സ്പ്രഷൻ ഫോർ വൈ ഔട്ട്പുട്ട്. ഇനി ഡി മോർഗൻ തിയറം വെച്ച് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഒരു കോംപ്ലിമെൻറ്റിനെ മാറ്റിയാൽ എന്താണ് ഡി മോർഗൻ തിയറം പ്രകാരം അതിൻ്റെ എന്ത് വരും? ഒരു മുകളിലുള്ള കോംപ്ലിമെൻറ്റിനെ മാറ്റിയാൽ അതിൻ്റെ ഉള്ളിലുള്ള ഓരോ ടേംസിനെയും കോംപ്ലിമെൻ്റ് ചെയ്യുക, പിന്നെ പ്രധാനപ്പെട്ട ഇടയിലുള്ള ഓപ്പറേഷൻസിനെയും കോംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ എ ആൻഡ് ബി കോംപ്ലിമെൻറ്റിനെ എ ഓർ ബി കോംപ്ലിമെൻറ്റിനെ കോംപ്ലിമെൻ്റ് ചെയ്താൽ എന്ത് പറ്റും? എ ഓർ ബി ആവും. പിന്നെ സീനെ കോംപ്ലിമെൻ്റ് ചെയ്ത് എഴുതുക. ഡി ഓൾറെഡി കോംപ്ലിമെൻ്റ് ആണ്, അപ്പോൾ അത് വെറും ഡി ആയി മാറും. ഇവിടെയുള്ള ആൻഡ് ഓർ ആവും, ഇവിടെയുള്ള ആൻഡ് ഓർ ആവും. പക്ഷെ ഇവിടെയുള്ളതിനെ നിങ്ങൾ മാറ്റാൻ പാടില്ല, കാരണം ഇതൊരു ടേം ആണ്. ആ ടേമിനെ നമ്മൾ മൊത്തത്തിൽ കോംപ്ലിമെൻ്റ് ചെയ്തു. ഓക്കെ, അപ്പം അങ്ങനെ വെച്ച് നിങ്ങൾക്ക് ഇതാ ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയ പ്രോബ്ലംസ് ഇതിൽ വർക്ക്ഡ് ഔട്ടാണ്. ഇത് പറഞ്ഞു തന്നിട്ട് കാര്യമില്ല, നിങ്ങൾ തനിയെ വർക്കൗട്ട് ചെയ്താലേ അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുള്ളൂ. സിംപ്ലിഫൈ ദ ഫോളോയിങ് ബൂളിയൻ എക്സ്പ്രഷൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ആ നോട്ട്ബുക്ക് ഇതിൽ ഒരുപാട് എക്സാമ്പിൾസ് വർക്ക്ഡ് ഔട്ട് ഉണ്ട്. ഓക്കെ, സോ ദിസ് മച്ച് റിഗാർഡിംഗ് ദ ബൂളിയൻ ആൾജിബ്ര.